ജിഷാനൂപ് ജോൻജോ അക്കാഡമിയിൽ നിന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. നമ്മൾ ഇന്ന് ഓങ്കോളജി തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു അതിന്റെ ഡ്രഗ്സ് മുഴുവൻ. ഇന്ന് നമുക്ക് ഡിസീസ് കണ്ടീഷൻ ഗോ ത്രൂ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആസ് യു ഓൾ നോ ദാറ്റ് ഇൻവേസീവ് ക്യാൻസർ ഇൻ ദ സെർവിക്സ് ആൻഡ് അതർ പെൽവിക് ഓർഗൻസ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് HPV ഇൻഫെക്ഷൻ ആണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആണ്. അതെങ്ങനെ തടയാമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കതിന് വാക്സിൻ ഉണ്ട്. കാനഡയിലൊക്കെ അറ്റ് ദ ഏജ് ഓഫ് 12 തൊട്ട് ബോത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും ഈ വാക്സിൻ ഇവിടെ കമ്പൽസറി ആണ്. പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് ഒരു കോസാണ്, ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ, അതായത് എയർലി, അതായത് ബിഫോർ അറ്റ് ദ ഏജ് ഓഫ് 17 സെക്ഷൽ ഓർഗൻസ് അല്ലെങ്കിൽ ഇന്റർകോഴ്സിന് റിലേറ്റ് ചെയ്യുന്നവർക്ക് വരാൻ സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ഉള്ളവർക്കും ഈ ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ സ്ക്രീനിംഗ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ ടെസ്റ്റ് പീരിയോഡിക്കലി എക്സാമിനേഷൻസ് ഗോ ത്രൂ ചെയ്യുക. ഇതിന്റെ അസസ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ പേഷ്യൻസിൽ കാണുന്നത് പെയിൻലെസ് വജൈനൽ പോസ്റ്റ് മെനിസ്ട്രൽ ആൻഡ് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ് ആണ്. ഹെമറ്റൂറിയ വരും. പെൽവിക് ഓർഗന്റെ ലോവർ സൈഡിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഫൗൾ സ്മെല്ലിംഗ് വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും. ലീക്കേജ് ഓഫ് ദ യൂറിൻ ആൻഡ് ഫീസസ് ഫ്രം ദ വജൈന. പിന്നെ ഡിസ്യൂറിയ. പിന്നെ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ സൈറ്റോളജിക്കലായിട്ടുള്ള ഡിഫറൻസ് കാണാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ബോത്ത് ഉണ്ട്. സർജിക്കൽ ട്രീറ്റ്മെന്റും ഉണ്ട്, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റും ഉണ്ട്. നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റിനകത്ത് ഫസ്റ്റ് വൺ ആണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കീമോതെറാപ്പി ഡ്രഗ്സ് അതിനകത്തൂടെ നമ്മൾ ഗോ ത്രൂ ചെയ്തതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രയോ സർജറിയാണ്. ക്രയോ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൽവിക്കിന്റെ സറൗണ്ടിങ്സിലുള്ള ടിഷ്യൂസ് ഫ്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഫ്രീസ് ചെയ്ത്, അതായത് ഒരു പ്രോബ് യൂസ് ചെയ്ത് അവർ ഫ്രീസ് ചെയ്യും. അതിന്റെ കൂടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ടിഷ്യൂസിന് നെക്രോസിസ് സംഭവിക്കും. അങ്ങനെ ഇത് തടയാൻ പറ്റും. അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഡിയേഷൻ ഉണ്ട്, ഇന്റേണൽ റേഡിയേഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ലേസർ തെറാപ്പി. ഇത്രയുമാണ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതർ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജിക്കൽ ആണ്, അതായത് കൊളനൈസേഷൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ ഷേപ്പില് സെർവിക്സ് റിമൂവ് ചെയ്യും. പിന്നെ ഹിസ്റ്ററക്ടമി ചെയ്യും, പെൽവിക് എക്സാൻഡ്രേഷൻ ചെയ്യും. ഇത്രയുമാണ് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച്. സെർവിക്കൽ ക്യാൻസർ, പിന്നെ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതിന്റെ എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്. ഇതാണ് ഇന്നത്തെ ചെറിയൊരു ടോപ്പിക് എന്ന് പറയുന്നത്, സെർവിക്കൽ ക്യാൻസർ. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജിഷാനൂപ് ജോൻജോ അക്കാഡമിയിൽ നിന്ന്.